രൂക്ഷമായ വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാലക്കാട്ടെ ഒരു ഗ്രാമം. മംഗൾ ഡാം നേർച്ചപ്പാറയിലാണ് വന്യമൃഗ ശല്യം മൂലം ഉറക്കം നഷ്ടപ്പെട്ട് ഒരു നാട് കഴിയുന്നത്. ഫെൻസിംഗ് കാര്യക്ഷമമല്ലാത്തതാണ് വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് 24 ഇന്ന് ഉത്തരം തേടുന്നത്. ഒരാഴ്ചയായി ഞാനിപ്പോഴുള്ള പാടിക്കൽ കുളമ്പ് നിവാസികൾക്ക് ഉറക്കം നഷ്ടമായിട്ട്. വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടേക്കെത്തുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രശ്നത്തിന് കാരണം. കൃഷിയിടങ്ങളിൽ പൂണ്ട് വിളയാടുന്ന കാട്ടാനക്കൂട്ടം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇവിടുത്തെ കർഷകർക്ക് വരുത്തിവെക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ പ്രദേശത്ത് കാട്ടാന ശല്യം ഇത്രമേൽ രൂക്ഷമായിട്ട്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ് കൊമ്പന്മാർ. വാഴച്ചാലിക്കൽ ഷാജുവിന്റെ പറമ്പിലെ വാഴ പൂർണ്ണമായും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൺമുന്നിൽ തന്റെ അധ്വാനം നഷ്ടമായതിന്റെ വേദനയിലാണ് ഈ കർഷകൻ. ഈ മുകളിലത്തെ വീട്ടിലെ ഒരു കൊച്ചും തള്ളയും ഒരു വല്യമ്മയും താമസിക്കുന്നുണ്ട് അവിടെ. അവരാണ് രാത്രിയിൽ ഇത് ഇങ്ങനെ ശബ്ദം കേട്ടുകൊണ്ട് ഏറ്റിട്ട് എന്നെ വിളിച്ച് പറയുക. അങ്ങനെയാണ് ഞാനിത് അറിയാനിടയായത്. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞപ്പോൾ വാഴ ഓടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ ഒരു ആന നിന്നു, ഇവിടെ ഒരു ആന നിന്നു, 2 ആനയുണ്ടായിരുന്നു. രാത്രിയിൽ വലിയ ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ ആനയെ കൺമുന്നിൽ കണ്ടതിന്റെ ഞെട്ടലിൽ നിന്ന് ടിജി ഇനിയും മുക്തമായിട്ടില്ല. അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടിൽ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത്. ആദ്യം സംശയം തോന്നിയില്ല, പിന്നെ ഒരു ശബ്ദ വ്യത്യാസം തോന്നിയപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ പുറകിൽ ആന നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ആന അങ്ങോട്ട് നീങ്ങി, പിന്നെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം കൊച്ചു പെട്ടെന്ന് കരഞ്ഞപ്പോൾ ആന ജനലിൻ്റെ അങ്ങോട്ട് നോക്കി കുറച്ചു നേരം നിന്നിട്ട് പിന്നെ തിരിച്ച് പോവുക ചെയ്തത്. വലിയ ആനയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറുതും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കാട്ടാന മാത്രമല്ല, മേഖലയിൽ പുലി, കരടി, കാട്ടുപന്നി, കുരങ്ങ് എന്നിവയുടെ ശല്യവുമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കർഷകരുടെ ഭൂമിയിലും അവരുടെ വീടുകളിലും വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്ന് ആനശല്യം, വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ കൂടി വരിക. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ആന ഒരു ഭീഷണിയായി, വന്യമൃഗങ്ങൾ ഭീഷണിയായി, കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജനങ്ങളുടെ ഭയാശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണം. സ്ഥലം എംപിയും MLAയും ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെതായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എത്രയും വേഗം ഫെൻസിംഗ് പ്രാവർത്തികമാക്കിയാലേ വന്യമൃഗശല്യം അവസാനിക്കൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കർഷകരുടെ 1 വർഷത്തെ പ്രതീക്ഷകളാണ് ഈ നശിച്ചു കിടക്കുന്നത്. കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനി കൃഷി ഇറക്കണോ എന്ന് പ്രദേശത്തെ കർഷകർക്ക് വീണ്ടും ചിന്തിക്കേണ്ടി വരും. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ മംഗൾ ഡാം നേർച്ചപ്പാറ നിവാസികൾ നേരിടുന്ന ദുരിതം സ്ഥലം MLA KD പ്രസേനന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 24ന്റെ സാന്നിധ്യത്തിൽ തന്നെ വനവകുപ്പ് മന്ത്രിയുമായി KD പ്രസേനൻ MLA ബന്ധപ്പെട്ടു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് MLA അറിയിച്ചു. മംഗൾ ഡാം നേർച്ചപ്പാറയിലെ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്ഥലം MLA ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തത്. ഈ ആളുകളുടെ ദുരിതത്തെക്കുറിച്ചുള്ള 24 വാർത്തയിൽ പ്രതികരിക്കുകയാണ് ശ്രീ KD പ്രസേനൻ MLA. എന്ത് പരിഹാരമാണ് ഇക്കാര്യത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുക? ഫെൻസിങ്ങിലൊക്കെ ചില പരിമിതികളുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഫെൻസിങ്ങിന് നിലവിലുള്ള ഫെൻസിങ്ങിൻ്റെ രീതിയിൽ ചെറിയ മാറ്റം വരുത്തി ഇപ്പോൾ ആധുനിക രീതിയിൽ ഹാങ്ങിങ് ഫെൻസിങ് ആണ്. അത് വിജയകരമായി കേരളത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പ്രൊപ്പോസൽ ഇവിടുത്തെ ജാഗ്രതാ സമിതി തന്നെ നേരത്തെ സബ്മിറ്റ് ചെയ്തതാണ്. ഒരു 4.5 കിലോമീറ്ററെങ്കിലും അടിയന്തരമായി ഹാങ്ങിങ് ഫെൻസിങ് ഈ മേഖലയിൽ ഈ വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ആ പ്രൊപ്പോസൽ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സ്ഥലം ഞാൻ എല്ലാ കൃഷിക്കാരുടെയും വീടുകളിൽ ചെന്നതാണ്. കടുത്ത നാശനഷ്ടമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ജീവൻ പോലും പലർക്കും വളരെ ഭാഗ്യകരമായി തിരികെ ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചപ്പോൾ മന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു, ജില്ലാ കളക്ടറോട് സംസാരിച്ചു. മന്ത്രി ഇപ്പോൾ അടിയന്തരമായി അത് സാങ്ഷൻ ചെയ്യുന്നതിന് പരിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനോട് അതിൻ്റെ DPR സബ്മിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല സഹകരണമാണ് അവരിപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം മന്ത്രി AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ടത്. മന്ത്രി ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്, MLA അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഒരു ആശ്വാസമാണ് ആ കാര്യം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകട്ടെ, നാട്ടുകാർക്ക് ഭീതി കൂടാതെ ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.